എനിക്ക് എന്താടാ ഞാൻ ഈ കഴിയ ഭാഗം തന്നെ വീണ്ടും വീണ്ടും കഴിക്കൊണ്ടിരിക്കുന്നത്. എടാ അച്ചുവിന് ഡെലിവറി ആവുന്നില്ല. അച്ഛന് ഡെലിവറിയാ? നീ ഞാൻ അയച്ച മെസ്സേജ് ഡെലിവറി ആവുന്നില്ല. പെണ്ണുമില്ല പപ്സും ഇല്ല. എന്തുപാട്? എന്തുവാടാ ഇത്? അയ്യോ അത് ഞാൻ ജെട്ടിയിലൊക്കെ വരാം. അതിന്റെ എങ്ങനുണ്ട്? നല്ല സുഖമുണ്ട്. എടാ മണവണാൻ ചന്ദ്രക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലൈഫിൽ? എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? പറ. ലക്ഷ്യം ഒരു കല്യാണം കഴിക്കണം. ഞാനും അവളും കുട്ടികളും. നിങ്ങൾ റിയ കാണുമ്പോ ഇനി പറയണേ ഞാൻ ബ്രഹ്മാരി അല്ലെന്ന്. ബ്രഹ്മാരിയാ? എടാ ബ്രഹ്മചാരി. മോനെ ചമ്പു, ഈ കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും പോലെ അത്ര എളുപ്പമല്ല പെൺകുട്ടികളുമായിട്ടുള്ള പ്രോഗ്രാമിങ്ങും കോഡിങ്ങും. മണപ്പള്ളി ഭട്ടതിരിയുടെ മോന ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമല്ല. ഏതോ അച്ഛൻ ആനപ്പുറത്ത് കരയിന്ന് വെച്ച് മകന്റെ കുട്ടിക്ക് തയമ്പോലും. എന്താ ഞങ്ങളെ കൊണ്ടൊന്ന് പൊട്ട കളിപ്പിക്കാൻ? സോറി, ഞാൻ പറയട്ടെ. എന്തെങ്കിലും സോറി. ഈ പേടിയുടെ ഷോക്കിൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ചത്തുപോയിരുന്നെങ്കിലോ? ഞാന് പേടിച്ചിട്ട് അതിന് വേറെ ആളെ നോക്കാം. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയില്ല നിങ്ങളെ. നോക്ക്, അപ്പം പേടിച്ചില്ലല്ലോ. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവരില്ല. ഓ ഇനി ഇപ്പോഴാ ഹണിമൂൺ? അതൊക്കെ അന്നേ കഴിഞ്ഞതല്ലേ. അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാനും അന്ന് ഹണിമൂണിനൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരില്ല. ജാനകമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? ചുമക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. ചേട്ടാ, അതെ എന്റെ വയറ്റുന്ന ഒരു സാധനം ഉണ്ട്. ഞങ്ങൾക്ക് വന്ന് നിൽക്കുക. കുറച്ചു നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച കുഴിയുണ്ട് ഇവിടെ. അത് കുടിച്ചാൽ അപ്പം മാറും. പിന്നെ നിങ്ങളാണ്ട് കയറി എടുത്തു. ഇതല്ലേ ഇതല്ലേ പേരെന്താണ്? ശുക്കൂർ. അപ്പം പച്ച മതി, പെട്ടെന്ന് മാറിക്കിട്ടും. ഇന്നലെ ബ്ലാസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാർ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. ഇജിയോ കാക്കല്ലേ? അല്ല, മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ല, ഒരു മുക്കരി ഉണ്ടാവുക മതിയാവും. അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരും ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്നു. ഒരു മാസമായിട്ട് ഇപ്പൊ വരുന്നുള്ളൂ. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് ആരായാലും ശരി അവരോട് കൊമ്പനായിലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായിലെ ജോൺ ആരാന്ന് ചോദിച്ചെന്തോ. ഓ എന്താ കൊമ്പസാറേ? കൊമ്പസാറാവാ. ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല അത് തന്നെ, ആ തല. കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ, സെന്റ് ട്രീസാസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ പോടാ മോറ. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ.